ചാലഹള്ളി പോവാണ് ഗൈസ്. ഹലോ, വെൽക്കം ബാക്ക് ടു ദി ഡെയിലി ഡയറി സീരീസ് നമ്പർ 1. യൂട്യൂബില് ചാനൽ തുടങ്ങിയതിനു ശേഷം ഞാൻ ഇതുവരെ ഒരു ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ലേ. അപ്പോ ഇത് തന്നെ ആയിക്കോട്ടെ അല്ലേ ഫസ്റ്റ് ലോങ് വീഡിയോ. നിക്ക് അതൊക്കെ അവിടെ നിക്കട്ടെ, നമ്മൾ എങ്ങോട്ടാ പോന്നേന്നല്ലേ വഴിയെ പറയാട്ടോ. ഇത് നമ്മുടെ ജോമയുടെ അമ്മയാണ്. പള്ളിയിൽ പോയാ കാപ്പി കുടിച്ചാ? അപ്പൊ ബൈ. ഞങ്ങള് കുടിച്ചില്ല, ഞങ്ങള് അമ്പലത്തിൽ പോണ്. അപ്പൊ എന്നാ ശരി, ബൈ. ഈ സൺഡേ ഔട്ടിംഗ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോ കിട്ടിയ ഒരു ഔട്ടിംഗ് ആണ് ഇത്. കഴിഞ്ഞ എക്സാം ടൈമിൽ തൊട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നതാട്ടോ അയ്യപ്പ ക്ഷേത്രത്തിലൊന്ന് പോണോന്ന്. അതിനതേ ഇപ്പോഴാ നമുക്ക് പറ്റിയത്. സത്യം പറഞ്ഞ ഈ ഒരു അമ്പലത്തിൽ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയപ്പോ നമുക്ക് നാട്ടിലെത്തിയൊരു ഫീൽ ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും തോന്നി. ഇവിടെ വന്ന് കേട്ടൊരു അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ എല്ലാം ഞായറാഴ്ച സദ്യ ഉണ്ടെന്നാട്ടോ. നമ്മളും ഞായറാഴ്ച എത്തിയത് കൊണ്ട് ഇവിടുത്തെ സദ്യ കഴിക്കാൻ നമുക്കും ഒരു അവസരം കിട്ടി. പ്രത്യേകിച്ച് ബാംഗ്ലൂർ ആയതുകൊണ്ട് ഹോസ്റ്റൽ ഫുഡിന്റെ കാര്യത്തെ പറ്റി പറയണ്ടല്ലോ. ബാംഗ്ലൂരിൽ സ്റ്റേ ചെയ്യുന്ന മിക്ക മലയാളികളും ഈ ഒരു ടെമ്പിളിലാട്ടോ വരുന്നത്. ആക്ച്വലി ഇതൊരു മലയാളി ടെമ്പിൾ തന്നെ ആട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സദ്യയും മലയാളി ഫുഡ് തന്നെ ആയിരിക്കും. അങ്ങനെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്ലേറ്റിൽ നിന്ന് നമ്മൾ പ്ലേറ്റും ഒരു കിണ്ണിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ചെന്നേ. അടുത്തെത്തിയപ്പോഴേക്കും ആ കളറും ടെക്സ്ചറും ആ ഒരു മണമൊക്കെ കേട്ടപ്പോഴേക്കും തന്നെ നമ്മളെ മനസ്സിൽ ഉറപ്പിച്ച്. പിന്നെ കഴിച്ചൂടെ നോക്കിയപ്പോ പിന്നെ പറയേ വേണ്ട, നാട്ടിലെ എക്സാക്ട് സെയിം ഫുഡ് ആട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടേ. നാട്ടിലിരുന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് പക്ഷെ ആ ഒരു ഫീല് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ ഈ ഹോസ്റ്റലേഴ്സിന് അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. സദ്യ കഴിച്ചതിൽ ഉപരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആ പായസം കുടിക്കാനായിരുന്നു കേട്ടോ. അതിന്റെ ടേസ്റ്റ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആസ് എ ഗേൾ എവിടെ പോയാലും ഏതെങ്കിലും പെൺകുട്ടികള് ഒരു ഫോട്ടോയെങ്കിലും എടുക്കാതെ തിരിച്ചു പോകാറുണ്ടോ? അതേപോലെ തന്നെ ഒരു സ്പോട്ട് തപ്പി നമ്മൾ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്. നന്ദുവിന്റെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഇവിടെ കഴിയാണ്. ഇനി നേരെ ഹോസ്റ്റലിലേക്ക്. അപ്പോ ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ ഞാൻ താഴെ കൊടുത്തേക്കാവേ. ബാംഗ്ലൂരിലുള്ള എല്ലാ മലയാളീസും ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കേണ്ട ക്ഷേത്രം തന്നെയാണ് അത്. അങ്ങനെ ബസ്സിൽ അരമണിക്കൂറോളം നിന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് നമ്മൾ നേരെ ഹോസ്റ്റലിൽ എത്തി. അയ്യോ, ഞാൻ പറഞ്ഞില്ല. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.